നെടുവേലിൽ മീഡിയ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഭാരതത്തിലെ പ്രസിദ്ധമായ നാലമ്പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ രാമപുരം നാലമ്പലങ്ങളെയാണ്. കേരളമെങ്ങും രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടക മാസത്തിൽ ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങൾ ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പായി ദർശനം ചെയ്യുന്നത് സാക്ഷാൽ വൈകുണ്ഠ ദർശനത്തിന് തുല്യമായി കണക്കാക്കി പോരുന്നു. ഉച്ചപൂജയ്ക്ക് മുമ്പായി 4 ക്ഷേത്രങ്ങളും ദർശനം നടത്തുക എന്നുള്ളിടത്താണ് രാമപുരം നാലമ്പലങ്ങളുടെ പ്രാധാന്യം ഏറുന്നത്. കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ കേവലം 4 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഈ 4 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഭക്തജനങ്ങൾക്ക് ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് മുമ്പായി 4 ക്ഷേത്രങ്ങളും അനായാസം ദർശനം നടത്തുവാൻ സാധിക്കുന്നതാണ്. ഈ നാലമ്പല ദർശന പുണ്യം നേടുന്നതിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ 4 ക്ഷേത്രങ്ങളാണ് ഈ നാലമ്പല ദർശന പരിക്രമണത്തിൽ ഉള്ളത്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് നാലമ്പല ക്ഷേത്ര പരിക്രമണം ആരംഭിക്കുന്നത്. ശ്രീരാമസ്വാമിയുടെ വനവാസ കാലത്ത് അദ്ദേഹത്തെ തേടിയെത്തിയ സഹോദരന്മാരായ ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാർ രാമപുരത്ത് വച്ച് ശ്രീരാമസ്വാമിയെ കണ്ടെത്തുകയും അവരുടെ കൂടെ ചെല്ലുവാനുള്ള നിർദ്ദേശം ശ്രീരാമസ്വാമി നിരാകരിക്കുകയും ചെയ്തതിനാൽ സഹോദരങ്ങളും സമീപ പ്രദേശങ്ങളിലായി നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഈ 4 ക്ഷേത്രങ്ങളുടെയും ഐതിഹ്യം. 1500ഓളം വർഷത്തെ പഴക്കം നിർണയിക്കപ്പെടുന്ന ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് കോദണ്ഡ സമർപ്പണമാണ്. തുളസിമാലയും നെയ്വിളക്കും കുടുംബ അർച്ചനയുമൊക്കെ ശ്രീരാമസ്വാമിയുടെ ഇഷ്ട വഴിപാടുകളാണ്. ഇവിടുത്തെ 4 ക്ഷേത്രങ്ങളോടും അനുബന്ധിച്ച് തന്നെ ദേവീ ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. ശ്രീരാമസ്വാമിയെ വണങ്ങിയ ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ദേവീ ക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് വടക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന ദേവീ ക്ഷേത്രത്തിലും ദർശനം നടത്തി നമ്മൾ അടുത്തതായി പ്രവേശിക്കുന്നത് മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ്. മഹാഗണപതിയെയും വണങ്ങി നാളികേരവും ഉടച്ച് അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് ശ്രീരാമ ഭഗവാന്റെ തോഴനായിരുന്ന ശ്രീ ഹനുമാൻ സ്വാമിയുടെ സന്നിധിയിലേക്കാണ്. ഹനുമാൻ സ്വാമിക്ക് ഗദ സമർപ്പണവും വെറ്റില സമർപ്പണവുമാണ് ഇവിടുത്തെ വഴിപാടുകൾ.
ഹനുമാൻ സ്വാമിയെയും വണങ്ങി ക്ഷേത്രത്തിലെ വഴിപാട് പ്രസാദങ്ങളൊക്കെ വാങ്ങി ഇവിടുന്ന് നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. കൂടപ്പലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞു. അവിടുത്തെ ദൃശ്യങ്ങളും തിരക്കും ഒക്കെ എല്ലാവരും കണ്ടല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രമാണ്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം മാത്രമേ കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ളൂ. അപ്പോൾ നമുക്കിനി കൂടപ്പുലത്ത് വെച്ച് കാണാം. അപ്പോൾ കൂടപ്പലത്തെത്തി. ഇനി കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടുത്തെ തിരക്കുകളും ദർശനക്രമങ്ങളും സൗകര്യങ്ങളും വഴിപാടുകളും ഒക്കെ നമുക്ക് അവിടെ പോയി നേരിട്ട് ബോധ്യപ്പെടാം. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ചതുർബാഹു സമർപ്പണവും സന്താന ലബ്ധിക്കായി അരമണി സമർപ്പണവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഗിരിജയുണ്ടോ? ഗിരിജാരാവതി ആനന്ദ് പൂരൂർത്താതി. ശ്രീ ലക്ഷ്മണസ്വാമിയെ വണങ്ങിയ ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് അയ്യപ്പ സന്നിധിയിലേക്കാണ്. ശാസ്താവിനെ വണങ്ങിയ ശേഷം അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് ദേവീക്ഷേത്രത്തിലേക്കാണ്.
ദേവീക്ഷേത്ര ദർശനവും കഴിഞ്ഞ് അടുത്തതായി നമ്മൾ പോകുന്നത് നാലമ്പല ദർശന പരിക്രമണത്തിലെ മൂന്നാമത്തെ ക്ഷേത്രമായ അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ ദർശനവും കഴിഞ്ഞു. ഇനി മൂന്നാമതായി ദർശനത്തിനായി പോകുന്നത് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അതും ഇവിടെ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് യാത്ര കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ക്ഷേത്രത്തിലെ തിരക്കനുസരിച്ച് ദർശനത്തിൻ്റെ സമയത്തിന് കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എന്തു തന്നെയായാലും നമുക്ക് ഈ രാമപുരം നാലമ്പലങ്ങളിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 3 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് 4 ക്ഷേത്രങ്ങളും ദർശനം ചെയ്ത് പുറത്തിറങ്ങാം എന്നുള്ളതാണ്. കേരളത്തിൽ മറ്റൊരിടത്തും ഇത്ര സുഗമമായി നാലമ്പല ക്ഷേത്ര ദർശനം നടത്താൻ പര്യാപ്തമായ ക്ഷേത്രങ്ങളില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഒഴുകി ഇങ്ങോട്ടെത്താനുള്ള കാരണവും തീർച്ചയായും അതുതന്നെയാണ്. അപ്പോൾ ഇപ്പോൾ അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ക്ഷേത്രത്തിലേക്ക് കടന്നു നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ രീതികൾ എന്നൊക്കെ. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ശംഖ് സമർപ്പണവും മംഗല്യ സിദ്ധിക്കായി ഉടയാട സമർപ്പണവും ദുരിത നിവാരണത്തിനായി നെയ്വിളക്ക് സമർപ്പണവുമാണ് ഭരതസ്വാമിയുടെ പ്രധാന വഴിപാടുകൾ. അശ്വതി കണ്ടോ? അശ്വതി ഭരണി വഴിപാടുകളൊക്കെ ഇങ്ങോട്ട് കയറാം. നടയിൽ വെക്കണം. ശംഖുപൂജ കേസ് അടിക്കണം കേട്ടോ. നടയിൽ ശ്രീ ഭരതസ്വാമിയെ ദർശിച്ച ശേഷം അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് ആലുങ്കൽ ശിവൻ എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രത്തിലേക്കാണ്. ഈ നാലമ്പല ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള ഏക ശിവക്ഷേത്രമാണ് ഇവിടുത്തെ ശിവക്ഷേത്രം. കൂവളമാല, ധാര, മലർപ്പറ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മഹാദേവനെ തൊഴുതു വണങ്ങി മലർപ്പറയിൽ നിറച്ച് അടുത്തതായി പ്രവേശിക്കുന്നത് പാതുക പൂജ മണ്ഡപത്തിലേക്കാണ്.
തൻ്റെ വനവാസകാലത്ത് രാജ്യഭരണം ശ്രീ ഭരതനെ ഏൽപ്പിച്ചാണ് ശ്രീരാമൻ വനത്തിലേക്ക് പോയത്. എങ്കിലും സിംഹാസനത്തിൽ ഇരിക്കാതെ ശ്രീരാമ ഭഗവാന്റെ പാദുകം സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ടാണ് ശ്രീ ഭരതൻ രാജ്യഭരണം നിർവഹിച്ചത്. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഇവിടുത്തെ പാദുക പൂജാ മണ്ഡപം. പാദുക പൂജാ മണ്ഡപത്തിൽ നിന്നും അടുത്തതായി പ്രവേശിക്കുന്നത് നാഗസന്നിധിയിലേക്കാണ്. മഞ്ഞൾ സമർപ്പണവും സന്നിധിയിൽ ദീപം തെളിയിക്കലുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. നാഗദേവന്മാരെ തൊഴുത് അനുഗ്രഹവും വാങ്ങി അടുത്തതായി പോകുന്നത് ഇവിടുത്തെ നാലമ്പല ക്ഷേത്രങ്ങളിലെ ഭരതസ്വാമി ക്ഷേത്രത്തിലെ മാത്രം പ്രത്യേകതയായ മീനൂട്ട് വഴിപാടിനാണ്. പിതൃകർമ്മങ്ങൾക്ക് മുടക്കം വന്നതിനുള്ള പരിഹാരമായാണ് മീനൂട്ട് വഴിപാട് നടത്തപ്പെടുന്നത്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചും ഉറുമ്പിൽക്കാവ് ഭഗവതി എന്നറിയപ്പെടുന്ന ഒരു ദേവീ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ദേവീ ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നമ്മൾ പോകുന്നത് അന്നദാന മണ്ഡപത്തിലേക്കാണ്. തീർത്ഥാടന കാലയളവിൽ എല്ലാ ദിവസവും അന്നദാനമുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകതയാണ്. അന്നദാനവും കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ ക്ഷേത്രമായ മേദിനി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരുന്നതിനായി KSRTC പ്രത്യേക സർവീസുകൾ ഈ 4 ക്ഷേത്രങ്ങളിലേക്കുമായി നടത്തപ്പെടുന്നു. അപ്പോൾ അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഇനി മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. അതും ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ്. ഒരു 10 മിനിറ്റ് യാത്ര കൊണ്ട് മേദിരി ക്ഷേത്രത്തിൽ നമുക്ക് എത്തിച്ചേരാം. അവിടെ നിന്ന് തിരികെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതോടുകൂടിയാണ് ഈ നാലമ്പല ദർശന പരിക്രമണം അഥവാ വൈകുണ്ഠ ദർശനം പൂർത്തിയാകുന്നത്. മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ നിന്നും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് 5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ മേദിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ശത്രുഘ്നസ്വാമിക്ക് ചക്ര സമർപ്പണവും തൊട്ടിൽ സമർപ്പണവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മാല സമർപ്പണവും കുടുംബ അർച്ചനയും ഒക്കെ ശത്രുഘ്നസ്വാമിയുടെ ഇഷ്ട വഴിപാടുകളാണ്. ഐശ്വര്യത്തിനായി പൂ പറയും, ദുരിത നിവാരണത്തിനായി നാണയപ്പറയും സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആപത്ത ദുരിതങ്ങൾ മാറുവാനാണ് അതൊക്കെ കയറുന്നോളൂ. ഒരു നാണയം കരുതുക, നല്ലതാണ്. ഉണ്ണിക്കണ്ണന് കുന്നിക്കുരു സമർപ്പണവും ഇവിടെ നടത്തപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ രാമായണ കഥകൾ ചിത്രരൂപത്തിൽ കൊത്തിവച്ചിരിക്കുന്നത് മനോഹരമായൊരു ദൃശ്യ അനുഭവമാണ്. ശത്രുഘ്നസ്വാമിയെ വണങ്ങിയ ശേഷം അടുത്തതായി നമ്മൾ പ്രവേശിക്കുന്നത് ശ്രീ ബോർക്കലി ദേവി എന്നറിയപ്പെടുന്ന ദേവീ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ നാലമ്പല ദർശന പരിക്രമണത്തിൻ്റെ 4ാമത്തെ ക്ഷേത്രവും ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും തിരികെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തി ദർശനം നടത്തുന്നതോടുകൂടി ഈ നാലമ്പല ദർശനം അഥവാ വൈകുണ്ഠ ദർശനം ഇവിടെ പൂർത്തിയാവുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ രാമായണ മാസ കാലയളവിൽ ഈ ക്ഷേത്രങ്ങളിൽ വന്ന് ദർശനം നടത്തി സായുജ്യം അടഞ്ഞു പോകുന്നത്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് നമ്മൾ നാലമ്പല ദർശന പരിക്രമണം ആരംഭിച്ചത്. വീണ്ടും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടുകൂടി ഇന്നത്തെ നാലമ്പല ദർശന പരിക്രമണം അഥവാ വൈകുണ്ഠ ദർശനം ഇവിടെ സമാപിക്കുകയാണ്.